തൊടുപുഴയിൽ 7 വയസ്സുകാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അരുൺ ആനന്ദിന് ലഹരി മാഫിയ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ്. സ്ഥിരമായി ലഹരിയും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചിരുന്ന ഇയാൾ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. രാത്രികാലങ്ങളിൽ യുവതിയുമായി കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി പോയിരുന്നത് മദ്യപാനത്തിനായിരുന്നു. ഇവർ സ്ഥിരമായി എത്തിയിരുന്ന ബാർ ഹോട്ടലിൽ വെച്ച് പലതവണ വഴക്കിട്ടിട്ടുമുണ്ട്. മാത്രമല്ല, ഒരിക്കൽ അരുൺ യുവതിയുടെ കരണത്തടിക്കുകയും ചെയ്തു. പോലീസ് പെട്രോളിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു രാത്രികാലങ്ങളിൽ യുവതിയെ കൂടെ കൂട്ടിയിരുന്നത്. പലതവണ പെട്രോളിംഗിനിടെ പോലീസ് ഇവരെ താക്കീത് ചെയ്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. യുവതിയുമായി രാത്രി വീട്ടിൽ നിന്നിറങ്ങുന്ന അരുൺ തിരികെ വെളുപ്പാൻ കാലത്ത് വീട്ടിലെത്തുമ്പോൾ നല്ല മദ്യലഹരിയിൽ ആയിരിക്കും. അതേസമയം മദ്യലഹരിയിലായിരിക്കെ യുവതിയെ ഡ്രൈവിംഗിന് നിയോഗിച്ചതുപോലെ ലഹരി വസ്തുക്കൾ കൈമാറുന്നതിനും മറയാക്കിയോ എന്നതും വ്യക്തമാകണം. 8 മാസം മുൻപാണ് അരുൺ യുവതിക്കും കുട്ടികൾക്കുമൊപ്പം താമസം ആരംഭിച്ചത്. സ്ഥിര മദ്യപാനിയായ അരുൺ യുവതിയെയും കുട്ടികളെയും സ്ഥിരമായി ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. പ്രതിയുടെ മുൻ ജീവിത പശ്ചാത്തലം പരിശോധിച്ചാൽ വ്യക്തമാകും പണ്ടേ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നു അരുൺ എന്ന്. 2008-ൽ വിജയരാഘവൻ എന്നയാളെ കൊന്ന കേസിലെ 6ാം പ്രതിയായിരുന്നു അരുൺ. ഈ കേസിൽ ഇയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കേസുകളും അരുണിന് മേൽ ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 27-ന് രാത്രിയാണ് കുട്ടിയെ അരുൺ ക്രൂരമായി ഉപദ്രവിച്ചത്. തുടർന്ന് 10 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്ന കുട്ടി പിന്നീട് മരണപ്പെടുകയായിരുന്നു. എന്തായാലും തൊടുപുഴയിൽ അരുണുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർ പോലീസ് നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, ഇയാളുടെ കാറിൽ നിന്നും സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയതും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം പാളയത്തെ ഫെഡറൽ ബാങ്ക് മാനേജറായിരുന്ന അരുണിന്റെ അച്ഛൻ ജഗതിയിലെ കുടുംബ വീടിന് മുകളിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. തുടർന്ന് അച്ഛന്റെ ജോലി അരുണിന് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ അച്ഛന്റെ പെട്ടെന്നുണ്ടായ മരണത്തിലും സംശയങ്ങൾ തലപൊങ്ങിയിരിക്കുകയാണ്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.